ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഇന്നത്തെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി 46 സങ്കീർത്തനം 1 വാക്യം വായിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ കഷ്ടത എന്നുള്ളത് വളരെ പ്രാധാന്യതയുള്ള ഒന്നാണ്. പറയാൻ കാരണം, കഷ്ടതയില്ലാത്തവരാരും ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലില്ല. ആദിയിൽ ദൈവം മനുഷ്യന് വേണ്ടി ഏദനിൽ ഉണ്ടാക്കിയ തോട്ടത്തിൽ കഷ്ടതയും കണ്ണുനീരും വേദനയും ദുഃഖങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യൻ പിന്നീട് പാപം ചെയ്തപ്പോൾ യഹോവയായ ദൈവം അവനെ ഏദനിൽ നിന്ന് പുറത്താക്കുകയും മനുഷ്യൻ്റെ ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കുമെന്ന് അവനോട് കൽപ്പിക്കുകയും ചെയ്തു. അന്ന് മുതലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായി കഷ്ടത മാറുന്നത് എന്ന് നാം തിരിച്ചറിയണം. മനുഷ്യൻ്റെ കഷ്ടത മാറ്റാനും അവനെ പുറത്താക്കിയ ആ ഏദൻ പർദീസയിലേക്ക് അവനെ തിരികെ പ്രവേശിപ്പിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ നിത്യപദ്ധതിയുടെ ഭാഗമായി തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കാൽവറിയിൽ ഒരു പാപപരിഹാരയാഗമായി അർപ്പിച്ച് പാപിയായ മനുഷ്യൻ്റെ രക്ഷയെ ദൈവം സാധ്യമാക്കി തീർത്തു. എന്നാൽ ഈ കാലഘട്ടത്തിൽ കഷ്ടതയെക്കുറിച്ച് നാം അറിയാതിരിക്കരുത്. കഷ്ടതയുടെ നാളുകൾ ജീവിതത്തിൽ വരുമ്പോൾ നാം 3 കാര്യം മറക്കാതെ ഓർത്തിരിക്കണം. 1, നമ്മുടെ കഷ്ടത ദൈവം കാണുന്നുണ്ട് എന്ന് നാം ഓർക്കണം. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ടു. യാക്കോബിൻ്റെ കഷ്ടപ്പാടും പ്രയത്നങ്ങളുമൊക്കെ അമ്മായിയപ്പനായ ലാബാൻ കണ്ടില്ലെന്ന് വരാം. പക്ഷേ തൻ്റെ അഭിഷിക്തൻ്റെ കഷ്ടത കാണുന്ന ഒരു ദൈവം യാക്കോബിനുണ്ടായിരുന്നത് കൊണ്ട് അവന് ന്യായം ലഭിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് വാത്സല്യ ദൈവകുഞ്ഞെ, ഇന്ന് നീ കടന്നു പോകുന്ന കഷ്ടത മറ്റാരും കാണുന്നില്ല എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ കഷ്ടത ദൈവം കാണുന്നുണ്ട്. 2, കഷ്ടതയ്ക്ക് ദൈവം മുടിവ് വരുത്തും. ദൈവജനം പറയുന്നു, അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങുവരികയില്ല. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് അധികം ആയുസ്സില്ല. ഒരിക്കലൊരു ദൈവഭക്തൻ പറഞ്ഞതുപോലെ, കഷ്ടത വെള്ളം പോലെ ഒഴുകിപ്പോകുവാനിടയായിത്തീരും. 3, കഷ്ടതയുടെ നാളുകൾക്ക് ശേഷം തേജസ്സിൻ്റെ നാളുകൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. റോമാലേഖനം 8-18 വാക്യം പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതെ, ഈ കാലത്തിലെ കഷ്ടങ്ങളെ അപ്പോസ്തലനായ പൗലോസ് സാരമില്ല എന്ന് എണ്ണുന്നു. കാരണം നമ്മിലൊരു വലിയ തേജസ് വെളിപ്പെടുവാനുണ്ട്. ദൈവമക്കളെ, 2 കൊരിന്ത്യർ ലേഖനം പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അതുകൊണ്ട് കഷ്ടതയുടെ നാളുകൾ മാറി തേജസ്സിൻ്റെ നാളുകൾ വരും. ഞെരുക്കത്തിൻ്റെ നാളുകൾ മാറി സമൃദ്ധിയുടെ നാളുകൾ വരും. ലജ്ജയുടെ നാളുകൾ മാറി കീർത്തിയുടെ നാളുകൾ വരും. അപമാനത്തിൻ്റെ നാളുകൾ മാറി പ്രശംസയുടെ നാളുകൾ വരും. കുഞ്ഞെ, തിരസ്കാരത്തിൻ്റെ നാളുകൾ മാറി നിന്നെ സ്വീകരിക്കുന്ന നാളുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീരും. ക്ഷീണത്തിൻ്റെ നാളുകൾ മാറി ശക്തിയുടെ നാളുകൾ നിന്റെ ജീവിതത്തിൽ വരും. കുഞ്ഞെ, രോഗത്തിൻ്റെ നാളുകൾ മാറി സൗഖ്യത്തിൻ്റെ നാളുകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനങ്ങളെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ കടഭാരത്തിൻ്റെ നാളുകൾ മാറി നീക്കിയിരിപ്പിൻ്റെ നാളുകൾ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ആയതിനാൽ നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവുള്ളത് കൊണ്ട് നാം ഭയപ്പെടേണ്ടതില്ല. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് അവൻ നമ്മുടെ സ്ഥിതി മാറ്റും. നന്മയുടെ നാളുകൾ വരും. ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. വിശ്വാസത്താൽ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൽ നമുക്ക് ശരണം പ്രാപിക്കാം. യേശു ക്രിസ്തുവിൽ നമുക്ക് ശരണം പ്രാപിക്കാം. കഷ്ടതയുടെയും നാളുകൾ മാറി ഒരു നന്മയുടെ നാളുകൾ വരേണ്ടതിന്, വെറുപ്പിൻ്റെ നാളുകൾ മാറി സ്നേഹത്തിൻ്റെ നാളുകൾ വരേണ്ടതിന്, കണ്ണുനീരിൻ്റെ നാളുകൾ മാറി ആനന്ദത്തിൻ്റെ നാളുകൾ നിന്റെ ജീവിതത്തിൽ വരേണ്ടതിന് യേശു ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അവിടുന്ന് അവരെ സഹായിക്കണമേ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് അങ്ങയുടെ മക്കളെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.